സൂറത്തുൽ ഇഖ്ലാസിന്റെ ചെറിയ നന്മ ചെയ്യാൻ പറ്റിയ ചെറിയ 1-2 പോയിന്റ് പറഞ്ഞുതരാം. വലിയൊരു കാര്യമാണ് ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കെന്താണ്? അല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ്. മറ്റുള്ള സൂറത്തുകളെക്കാൾ ഒരു ശ്രേഷ്ഠത ഈ സൂറത്തിന് അല്ലാഹു നൽകിയതിന്റെ കാരണം അറിയോ? മറ്റുള്ള സൂറത്തുകളെക്കാൾ സൂറത്തുൽ ഇഖ്ലാസിൽ ആഖിറത്തെ കുറിച്ച് ചർച്ചയില്ല, ദുനിയാവിനെ കുറിച്ച് ചർച്ചയില്ല, ഹലാലിനെ കുറിച്ച് ചർച്ചയില്ല, ഹറാമിനെ കുറിച്ച് ചർച്ചയില്ല, ആണുങ്ങളെ കുറിച്ച് ചർച്ചയില്ല, പെണ്ണുങ്ങളെ കുറിച്ച് ചർച്ചയില്ല, ഒരു ചർച്ചയുമില്ല. പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ് ചർച്ച. അതാണ് എന്റെ അർത്ഥം. എന്റെ പ്രത്യേകത ഏതാണ്? അപ്പം ബഹുമാനപ്പെട്ട നബിയ റസൂലുള്ളാഹി തങ്ങളോട് ഖൈബറിലെ ജൂതന്മാർ യഹൂദികൾ വന്ന് ചോദിച്ചു, അഖ്ബിർനാ അൻ റബ്ബിക്, അവിടുത്തെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്ക് അവതരിപ്പിച്ചതാ, പറഞ്ഞത് ആരാണ്? അപ്പൊ ഇങ്ങനെ മനുഷ്യനെയൊക്കെ പല കോലത്ത് സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, ആകാശത്തെ സൃഷ്ടിച്ചു, കടലിനെ സൃഷ്ടിച്ചു, ഒക്കെ സൃഷ്ടിച്ചു. പക്ഷെ അങ്ങയുടെ റബ്ബ് ആരാ? ആ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചതാ. ഫലം യുജിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി ഒന്നും നൽകിയില്ല. നസലൽ അമീൻ മലക ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ഓതി കൊടുക്കുകയാണ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതിൽ ആഖിറത്തെ കുറിച്ച് പരാമർശമില്ല, ദുനിയാവിനെ കുറിച്ച് പരാമർശമില്ല, ഹലാലിനെയോ ഹറാമിനെയോ കുറിച്ച് പരാമർശമേ ഇല്ല. മനുഷ്യ ദൈവങ്ങളുടെ കാലഘട്ടമല്ലേ, അവരറിയട്ടെ സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം അറിയട്ടെ. ഖുൽ നബിയെ പറയണേ, അല്ലാഹു അഹദ് അവൻ ഒരുവനാണ്, അല്ലാഹു സമദ് അവൻ നിരാശ്രയനാണ്, ലം യലിദ് വലം യൂലദ് അവൻ പ്രസവിച്ചിട്ടുമില്ല, അവൻ പ്രസവിക്കപ്പെട്ടിട്ടുമില്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവന് സമന്മാരായി ആരും തന്നെ ഇല്ല. ഇന്ന് ദുനിയാവിലുള്ള ആൾ ദൈവം, ഈ ഒരു ആയത്ത്, ഈ ഒരു സൂറത്ത് എടുത്തു വെച്ച് പരിശോധിച്ചു നോക്കും. ഇന്ന് ദുനിയാവിലുള്ള ആൾ ദൈവമായി അംഗീകരിക്കുന്നു. നമ്മയെയും അച്ഛനെയൊക്കെ ദൈവമായി അംഗീകരിക്കുന്നവരുണ്ടാകും. മനസ്സിലാക്കണം, എങ്ങനെയാണ് ദൈവം, എങ്ങനെയാണ് ദൈവത്തിന്റെ ക്വാളിറ്റി? അല്ലാഹു ഇതിൽ പറയുന്നു, ആരാണ് അല്ലാഹ്? ലം യലിദ് വലം യൂലദ്, പ്രസവിച്ചിട്ടുമില്ല, പ്രസവിക്കപ്പെട്ടിട്ടുമില്ല. ഇന്നത്തെ ഇവിടുത്തെ ദൈവങ്ങൾ, ആൾ ദൈവങ്ങളൊക്കെ ആരെങ്കിലും ഒരാൾ പ്രസവിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഇവരും പ്രസവിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പ്രസവിക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നവരുമായിരിക്കും. ഇനി പോകട്ടെ, ഇനിയല്ല പ്രസവിക്കാത്തവരാണ്, സമ്മതിച്ചു. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, വലം യകുൽ ലഹു കുഫുവൻ അഹദ് സമന്മാരായി ആരും തന്നെ ഇല്ല. പരിശുദ്ധമായ ഖുർആൻ ഇവിടെ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ ആൾ ദൈവങ്ങൾക്ക് സമന്മാരെ എത്രയോ പേര്, ഓരോ ജില്ലയിലും, ഓരോ ദേശത്തും, ഓരോ രാജ്യത്തും, ഓരോ നാട്ടിലും ആൺദൈവം, പെൺദൈവം, ആൺദൈവം, പെൺദൈവം, ആൺദൈവം, പെൺദൈവം. ഈ ക്വാളിറ്റി ഉണ്ടോന്ന് നമ്മൾ അന്വേഷിക്കും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നിരാശ്രയനാണ് പടച്ചവൻ. ഇവിടുത്തെ ദൈവങ്ങൾക്ക് രാവിലെ വിശന്നാൽ എന്ത് ചെയ്യും? ഉച്ചയ്ക്ക് വിശന്നാൽ എന്ത് ചെയ്യും? രോഗം വന്നാൽ എന്ത് ചെയ്യും? സായിബാബ ഒക്കെ രോഗം പിടിച്ചിട്ട് വർഷങ്ങളോളം കിടന്നിട്ട് മരിച്ചു ദൈവ. എല്ലാരും രോഗം മാറ്റി കൊടുക്കുന്ന ദൈവമാണ്. മൂപ്പിലാന്റെ ദൈവം രോഗം മാറ്റാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞില്ല, ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയി. അതിന്റെ അർത്ഥം എന്താ? വലം യകുൽ ലഹു കുഫുവൻ അഹദ് സമന്മാരായി ആരുമില്ല, പടച്ച തമ്പുരാൻ മാത്രമാണ്. അതുകൊണ്ട് ഈ സൂറത്തിന്റെ പ്രത്യേകത എന്തെന്ന് നിങ്ങൾക്കറിയോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത്ര നേരം വാദ് കേട്ടവർക്ക് ഇതാ ഞാൻ ഒരു ഉപഹാരം സമർപ്പിക്കുകയാ. ഇത് പ്രാവർത്തികമാക്കണേ, അമൽ ചെയ്യണേ, ഏറ്റവും വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, മൻ ഖറാഹാ സലാസ മറ ഉദില ബിഖിറാത്തിൽ വഹീ കുല്ലിഹാ. ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധമായ ഖുർആൻ മുഴുവൻ ഓതിയവനെ പോലെയാ. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി വമൻ ഖറാഹാ 30 മറ. ആരെങ്കിലും ഈ സൂറത്തുൽ ഇഖ്ലാസ് ദിവസത്തിൽ 30 പ്രാവശ്യം ഓതിയാൽ ലാ യഫ്ളുഹു അഹദുൻ മിൻ ഹാദൽ യൗം,
അന്നേ ദിവസത്തിൽ അവനേക്കാൾ ശ്രേഷ്ഠനായി അവന് പകരക്കാരനായി മറ്റൊരാളുമില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ വമൻ ഖറഅഹാ ഹീന യദ്ഖുലു മൻസിലഹു, ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ നഫതഅനിൽ ഫഖീരി വനഫഅത്തിൽ ജാർ, ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും അത്രേ. മാത്രമല്ല അയൽവക്കക്കാർക്ക് പോലും ആ വീട്ടുകാരെ കൊണ്ട് ഗുണമുണ്ടാകുമെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മൻ അറാദ അയ്യനാമ, ആരെങ്കിലും ഒരാൾ ഉറങ്ങാൻ തീരുമാനിച്ചാൽ അവൻ വിരിപ്പിലേക്ക് കയറിയിട്ട് വലതു ഭാഗത്തേക്ക് അവൻ കിടന്നുറങ്ങട്ടെ. പിന്നീട് അവൻ 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖാലല്ലാഹു തആല, പടച്ച തമ്പുരാൻ അവനോട് പറയുകയാ, ഉദ്ഖുൽ അലാ യമീനിക ബിൽ ജന്നാ, നിന്റെ വലതു ഭാഗത്തോടി നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളണമേ എന്ന് അവനോട് പറയപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു സംഭവം കൂടെ ഞാൻ പറയാം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ തബൂക്കിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം അനസ് റളിയല്ലാഹു അൻഹു മറ്റു കുറേ സഹാബാക്കളുമുണ്ട്. ഒരിക്കലും കാണാത്ത നിലയിൽ വല്ലാത്ത രസമായിരുന്നു അന്നത്തെ സൂര്യന്റെ പ്രകാശം. ലഹാ നൂറുൻ വളൗൻ വശുആഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അല്ല അനസേ, എന്താ ഇതൊരു പ്രത്യേകത? ഇത് വല്ലാത്തൊരു വെളിച്ചമാണല്ലോ, നല്ല ഒരു പ്രകാശമാണല്ലോ, എന്നും കാണുന്നത് പോലെ അല്ലല്ലോ, ഇന്നൊരു വല്ലാത്ത രസമുണ്ടല്ലോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. കാര്യം മനസ്സിലാകുന്നില്ല. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ് മാതാബുൽ ലൈൽ ബിൽ മദീന. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ് എന്ന് പറയുന്ന സഹാബി മദീനയിൽ മരണപ്പെട്ടിരിക്കുകയാണ്. വബഅസ അല്ലാഹു ഇലൈഹി 70,000 മിനൽ മലായിക, 70,000 മലക്കുകളെ അല്ലാഹു ആകാശ ലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. 70,000 മലക്കുകൾ, 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിയതിന്റെ സന്തോഷമാണ്, പ്രകാശമാണ് അവിടെ കാണുന്നത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, ഇത്രത്തോളം വലിയ കർമ്മം അദ്ദേഹം എന്താണ് ചെയ്തത്? 70,000 മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്നതിനുള്ള കാരണം, ഇത്രയും വലിയ ഭാഗ്യവാൻ എന്താണ് അദ്ദേഹം ചെയ്തത്? ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കാന യഖറഉ ഖുൽ ഹുവല്ലാഹു അഹദ് ഖായിമൻ വഖാഇദാ വആനാ അൽ-ലൈലി വആനാ അൻ-നഹാർ. നബിയേ, അദ്ദേഹം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും രാവിലെയും വൈകിട്ടുമെല്ലാം സൂറത്തുൽ ഇഖ്ലാസ് അധികമായി ഓതുന്ന വ്യക്തിയാണ് നബിയേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, ഇസ്തഗ്ഫിറു മിൻഹാ ഫഇന്നഹാ നിസ്ബത്തു റബ്ബിക്കും. നബിയേ, ആ സൂറത്തുൽ ഇഖ്ലാസ് അധികരിപ്പിക്കണമേ നബിയേ. അവിടുത്തെ അനുയായികളോട് അത് അധികമായി ഓതാൻ പറയുമോ നബിയേ? ഫഇന്നഹാ നിസ്ബത്തു റബ്ബിക്കും, തന്റെ റബ്ബുമായുള്ള നാഥനുമായുള്ള ബന്ധമാണ് നബിയേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് അപ്പോഴാണ് ഈ മഹാമനുഷ്യൻ ഇത്ര വലിയ പ്രവർത്തികൾ ചെയ്ത മനുഷ്യനാണോ എന്ന് അറിഞ്ഞത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാ, ജിബ്രീലേ, എനിക്ക് ആ വ്യക്തിയെ ഒന്ന് നമസ്കരിപ്പിക്കണം. ജിബ്രീലേ, ആ മയ്യത്ത് നമസ്കരിപ്പിക്കണം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ ഭൂമി അങ്ങേക്ക് ചുരുട്ടിത്തരാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മഹാനായ ലൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ മയ്യത്തിനെ തബൂക്കിലേക്ക് മദീനയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അളിപ്പിച്ചു കൊടുക്കുകയാണ്. ഫസല്ലാ അലൈഹി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്ത് നമസ്കരിപ്പിച്ചു. മദീനയിൽ മരിച്ച മയ്യത്ത് തബൂക്കിൽ വെച്ച് നമസ്കരിപ്പിച്ചു. എന്താ കാരണം? ആകാശ ലോകത്ത്
നിന്ന് മലക്കുകളെ ഭൂമിയിലേക്ക് ഇറങ്ങി ആദരിച്ച ഒരു മനുഷ്യന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കാൻ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഹാബി എന്താ ചെയ്തത്? അധികമായി ഓതും. ക്യാൻസർ രോഗികൾ ദിവസത്തിൽ 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി ആ ക്യാൻസർ എന്ന രോഗം മാറി കിട്ടും. ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ്, അതാണ് അതിന്റെ അത്ര. കാരണം അള്ളാഹയെ കുറിച്ച് മാത്രം ചർച്ച ചെയ്ത ഹദീസ് ഖുർആനായത്താണ്, അള്ളാഹുവിനെ കുറിച്ച് മാത്രം. അപ്പൊ ഒന്നാമത്തെ വസിയത്ത് ലാ തുശ്രികൂ ബില്ലാഹി ഷൈഅ. രണ്ടാമത് അല്ലാഹു തആല പറയുന്നു വബിൽവാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് ഉപകാരമുള്ളവരാകണമേ, മാതാപിതാക്കളെ ആദരിക്കണമേ. പരിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങളിലും അല്ലാഹു വസിയത്ത് 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 എന്ന നിലയിൽ പഠിച്ചതും സൂറത്തുൽ അഹ്ഖാഫ്, സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ വഫിസ്സാലുഹു ഫി ആമീൻ അനിഷ്കുർ ലീ വലിവാലിദൈക് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലത്ഹു ഉമ്മുഹു ഖുർഹാ വവദഅതുഹു ഖുർഹാ വഹംലുഹു വഫിസാലുഹു 30 ശഹറാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാതാപിതാക്കളെ ആദരിക്കണേ, ബഹുമാനിക്കണേ, അവരോട് ഉപകാരമുള്ളവരാകണമേ. പരിശുദ്ധ ഖുർആനിലൂടെ നീളം അല്ലാഹു ചർച്ച ചെയ്യുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ വസിയത്താണ്. നാം വസിയത്ത് ചെയ്യുകയാണ്. അൽ ഇൻസാൻ, മനുഷ്യനോട് വസിയത്ത് ചെയ്യുകയാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്, മാതാപിതാക്കളോട് അസഭ്യം പറയരുത്, മാതാപിതാക്കളോട് വീട് അടിച്ചു തൂത്തു വാരണേ ഉമ്മ എന്നോ, ഭക്ഷണം പാചകം ചെയ്ത് തരൂ ഉമ്മ എന്നോ, വസ്ത്രം അലക്കി തരൂ ഉമ്മ എന്നോ ആ മാതാവിനോടോ പിതാവിനോടോ നീ കൽപ്പിക്കരുതേ, കൽപ്പിക്കരുതേ. അതും മാതാപിതാക്കളെ വേദനിപ്പിക്കലാണ്. ബികൻസിൽ മൻസിൽ വഗ്സിലിസ് സിയാബ് വത്ഇമിത് തആം. മാതാപിതാക്കളോട് പറയണം ഭക്ഷണം വിളമ്പിത്ത, പറയാൻ പാടില്ല. അതബ് അതബ് അതബ്. പക്വതയും ഭാഗതയും എത്തിക്കഴിഞ്ഞ പിള്ളേർ ഒരിക്കലും പറയരുത്. പക്വത എത്താത്ത കൊച്ചുകുട്ടികൾക്ക് പറയാം ഉമ്മ ഭക്ഷണം എന്താ, ഉമ്മ വസ്ത്രം അലക്കിത്ത, അത് വേണമെങ്കിൽ പറയാം. പക്ഷേ പാകതയും പക്വതയുമുള്ള കുട്ടികൾ, നമ്മളൊക്കെ പ്ലസ് ടു പഠിക്കുക, 10ാം ക്ലാസ്സിൽ പഠിക്കാണ്, 6ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഉമ്മ ഭക്ഷണം വിളമ്പി കൊടുക്കണം, ഉമ്മ ഭക്ഷണം വിളമ്പി കൊടുക്കണം. അങ്ങനെ പറയല് പോലും മാതാവിനെ വേദനിപ്പിക്കലാണെന്നാണ് മഹാന്മാര് തഫ്സീർ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? മാതാപിതാക്കളിൽ ഉമ്മാക്ക് സ്ഥാനം കൂടുതൽ. 3 കാര്യം രഹസ്യമായിട്ടാണ് ഉമ്മ കൊണ്ട് നടക്കുന്നത്. 3 കാര്യം രഹസ്യമായി ഉമ്മ കൊണ്ട് നടക്കുന്നു. ഒന്ന് ഹംല്, അവൾ ഗർഭം ചുമക്കുന്നത് രഹസ്യമായിട്ടാണ്. ഞാൻ ഇപ്പൊ ഗർഭിണിയാന്ന് പറഞ്ഞ് ഇങ്ങനെ തുറന്നെല്ലാവരും കാണിച്ചു നടക്കാണ്. ഉമ്മ ആര് വന്നാലും വളരെ അതപോടെ മര്യാദയോടെ രഹസ്യമായിട്ട് കൊണ്ടു നടക്കുന്നു. അവള് മാത്രം അറിയുന്ന ഒരു സംഭവം. 2 വിലാദത്ത്, പ്രസവം. നമ്മളെ വാപ്പ കണ്ടിട്ടുണ്ടോ പ്രസവിക്കുന്നത്? നമ്മൾ കണ്ടിട്ടേ ഇല്ല, ആരും കാണുന്നുമില്ല. അതുകൊണ്ട് ആ പ്രസവം അത് രഹസ്യമായി വെക്കുന്നു ഉമ്മ. 3 പാല് കൊടുക്കുക. ഈ പാല് കൊടുക്കുന്നത് രഹസ്യമായിട്ടാണ് ഉമ്മ. ആര് വന്നാലും, ഇനി ഭർത്താവ് റൂമിൽ കയറിയാൽ തന്നെ പെട്ടെന്ന് മുഖം മറച്ചിട്ടാണ് ചെയ്യുക. ആര് വന്നാൽ രഹസ്യം. ഈ 3 കാര്യം വളരെ ത്യാഗമാണ്. ഈ ത്യാഗം വളരെ രഹസ്യമായിട്ട് ഇവരിത് കൊണ്ടുപോകുന്നത് കാരണത്താൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പമാരെക്കാൾ കൂടുതൽ സ്ഥാനം ഉമ്മയ്ക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്, ഉമ്മയ്ക്കാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് മൻ ഖബ്ബല ബൈന ഐനി ഉമ്മിഹി കുന്ന ലഹു സിത്റൻ വ ഹിജാബൻ മിനൻ നാർ. ആരെങ്കിലും തന്റെ മാതാവിന്റെ നെറ്റിത്തടത്തിൽ ഒരു സ്നേഹചുംബനം നൽകിയാൽ അത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ്, അത് നരകത്തിന്റെ മറയാണെന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ തയ്യാറായി വരികയാണ്, പക്ഷെ എന്റെ ഉമ്മ കരയുന്നു. നബിയന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇർജി ഇലാ വാലിദിക്, നിന്റെ ഉമ്മാന്റെ അരികിലേക്ക് പോ, നിന്റെ മാതാവിന്റെ അരികിലേക്ക് പോ. ഫൽസം രിജ്ലൈഹാ, ആ മാതാവിന്റെ കാല് പിടിക്ക്. ഫതമ്മൽ ജന്ന, അവിടെയാണ് സ്വർഗ്ഗം എന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. ഒരുപാട് സംഭവം. ലനൗമുക അലാ സരീറതി വാലിദൈക് വതുൽഹികാനിഹിമാ
فيوحكانك كن له سترا وحجابا من النار أو كما قال رسول الله. നിന്റെ ഉമ്മയോടൊപ്പം നിന്റെ ഉപ്പയോടൊപ്പം അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ആ മാതാപിതാക്കളോടൊപ്പം നീ അവരുടെ കട്ടിൽ കിടന്ന് ഉറങ്ങുക എന്നത് അത് നരകത്തിലേക്കുള്ള മറയാണ് എന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. വെറുതെയല്ല ഒരു തമാശ പറഞ്ഞുകൊണ്ട് തമാശ കാണിച്ചുകൊണ്ട് ആ മാതാപിതാക്കളെ നീ ചിരിപ്പിക്കുകയും ആ മാതാപിതാക്കൾ നിന്നെയും ചിരിപ്പിക്കുകയും ചെയ്താൽ ആ ഹാസ്യത്തിന് വേണ്ടി ഉമ്മാന്റെ ഉപ്പാന്റെ ഒപ്പം നീ ആ കട്ടിൽ ഇരുന്നാൽ അല്ലാഹു നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. പാപ്പാന്റെ ഉമ്മാനെ ചിരിപ്പിക്കണം, സന്തോഷിപ്പിക്കണം എന്നർത്ഥം. മാതാപിതാക്കളുടെ കൂട്ടത്തിൽ പോയി ഇരുന്ന് കട്ടിലിൽ കിടന്ന് വാപ്പാന്റെ കാല് നക്കി കൊടുക്കണം, ഉമ്മാന്റെ കാല് നക്കി കൊടുക്കണം, ഉമ്മാന്റെ തലയൊക്കെ ചീ കൊടുക്കണം, ഉമ്മാക്ക് തലയിൽ എണ്ണ തേച്ചു കൊടുക്കണം, വാപ്പാക്ക് കുഴമ്പിട്ട് കൊടുക്കണം, വാപ്പാന്റെ വസ്ത്രം കഴുകണം. ഇതൊക്കെ ചെയ്തു കൊടുത്താൽ നരകത്തിൽ നിന്നുമുള്ള മറയാണെന്ന് ഹബീബന റസൂലുള്ളാഹി. വലിയ ഭാഗ്യം, വലിയ ഭാഗ്യം. മാതാപിതാക്കളോട് നന്മയായി പ്രവർത്തിക്കണേ, നല്ല നിലയിൽ വർത്തിക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ടാമത് ചെയ്യുന്ന വസിയത്താണ്. വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. വാലിദൈനി ഇഹ്സാന വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്. ദാരിദ്ര്യത്തിന്റെ പേരിൽ മക്കളെ കൊല്ലരുത്. പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ അപ്പോഴേ കൊന്നുകളയും. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലൊക്കെ പരിശുദ്ധമായ ഹദീസ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഖ്ഖലിൽ ഉൻസ ഫകഅന്നമാ ബകാ മിൻ ഖശിയത്തില്ലാഹ്. ആരെങ്കിലും ഒരു പെൺകുട്ടിയോട് കരുണ കാണിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ശിക്ഷയെ ഓർത്ത് അവൻ കരഞ്ഞവനെ പോലെയാണ്. വമൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. ആരെങ്കിലും അങ്ങനെ അല്ലാഹയെ ഓർത്ത് കരഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് കമാ ഖാല റസൂലുള്ളാഹി. പെൺകുട്ടിയോട് പെൺമക്കളോട് കരുണ കാണിക്കുന്നവൻ സ്വർഗത്തിലാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അവൻ അല്ലാഹയെ ഭയപ്പെട്ടവനെ പോലെയാണ്. നിങ്ങൾ വീട്ടിലൊരു സാധനം കൊണ്ടുവന്നാൽ നിങ്ങൾ ആൺകുട്ടിയെ കൊണ്ട് തുടങ്ങരുതേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പെൺമക്കളെ കൊണ്ട് തുടങ്ങണമേ, ആദ്യം പെൺമക്കൾക്ക് കൊടുത്തിട്ട് വേണം ആൺകുട്ടിക്ക് കൊടുക്കാനെന്നും കമാ ഖാല റസൂലുള്ളാഹി. നേരത്തെ തുടങ്ങി നമുക്ക് കൂടുതൽ പ്രസംഗിക്കാം. ഇപ്പൊ ഇത്രയൊക്കെ ഏകദേശം 11-12 മണി ആകാറായി. ആൾക്കാർക്കൊക്കെ 3 വസിയത്ത് പറഞ്ഞു, ഓടിച്ചിട്ട് പറഞ്ഞു, തീർന്നില്ല. ഇനി 7 വസിയത്ത് ബാക്കിയുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്താൽ ഉദ്ഘാടന ദിവസം അല്ലാത്തൊരു ദിവസം വിളിച്ചാല് നമുക്ക് റാഹത്തായിട്ട് വന്ന് പിന്നെ നമുക്ക് അടുത്ത വർഷം വിളിക്കണോ വേണ്ട എന്നുള്ള നാളെ നാട്ടുകാർ തീരുമാനിക്കും. എന്നിട്ട് വിളിച്ചാൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കേൾക്കാനും മനസ്സിലാക്കാൻ തുടങ്ങി. പെൺകുട്ടിയുടെ മഹത്വം മാത്രം പറഞ്ഞ ഒരു ദിവസം, പാലുകുടിയുടെ മഹത്വം പറയണം, ഗർഭിണികളുടെ മഹത്വം പറയണം, പ്രസവത്തിന്റെ മഹത്വം. ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് അറിയില്ല സംഭവം. ഇതൊക്കെ ഹദീസിലുണ്ട്. എന്താണ് ഇവിടൊക്കെ മഹത്വം? ആളുകളൊക്കെ വിചാരിക്കും ചുമ്മാ ഈ വയറും തെളിഞ്ഞ് നടക്കാണ്ട് ഒരു ബാധ്യതയില്ല. എന്നെ കൊണ്ട് എന്നെ പ്രസവിക്കാനും വയ്യ, ഇത് ലാസ്റ്റ് സമ്മതിച്ചല്ലോ, എഴുതി ഒപ്പിടിക്ക് 100 രൂപ പത്രത്തിൽ, ഇനി മേലായി പഠിക്കാൻ എന്നെ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട്. എന്റെ മഹത്വം അറിയില്ല, പറഞ്ഞു കൊടുക്കാത്തോണ്ട. എന്താ ഈ സംഭവം അറിയില്ല. ഇത് ഗർഭിണി ആയുള്ള ഗുണം എന്താ? എല്ലാം ഈ മഹത്വങ്ങൾ മനസ്സിലാക്കി ഹദീസുകളെ കേട്ടപ്പോൾ അല്ലാഹ് 100 പ്രസവിക്കാ ദ്വാരക്കണേക്കാ അങ്ങനെ പറയും. അതിന്റെ മഹത്വം അതാണ്. പാല് കൊടുക്കുന്നതിന്റെ മഹത്വം എന്തെന്നറിയില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അപ്പൊ പെൺകുട്ടിയായി പോയി 4, 5, 3 പെൺകുട്ടിയായുള്ള ഗുണം എന്താ? എത്രയോ ഒരുപാട് അല്ലാഹു അക്ബർ, ഒരുപാട് ഹദീസുകളല്ലേ പെൺമക്കളെ കുറിച്ചൊക്കെ നബിയുനാ റസൂൽ തങ്ങൾ പറഞ്ഞത്. ഭക്ഷണം കൊടുക്കുമ്പോ ഇനി മനസ്സിലാക്കുക, വീട്ടിൽ 3 പെണ്ണും 5 ആണും, 2 പെണ്ണും 1 ആണും. ആദ്യം ആണ് ആദ്യം സവീറിന് കൊടുത്തിട്ട് അവൾക്ക് ആയിഷയ്ക്ക് കൊടുക്കുള്ളൂ, ഹദീജയ്ക്ക് കൊടുക്കുള്ളൂ. അവർക്ക് പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ ആൺകുട്ടിയെ മാത്രം കൊണ്ട് ഷോപ്പിങ്ങിന് പോകും, പെൺകുട്ടിയെ മാത്രം ആ പരിസരത്തിൽ അടുപ്പിക്കുകയില്ല. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞെന്താ, പെൺമക്കളെ കൊണ്ട് നിങ്ങൾ തുടങ്ങണം. ഭക്ഷണം കൊടുക്കുന്നത് പോലും വീട്ടിൽ, അതൊക്കെ ഒരു സുന്നത്താണ്. ഇനി അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ എത്ര മഹത്തായി പെൺമക്കളെ വളർത്തുന്നവർ, പെൺമക്കളെ സംരക്ഷിക്കുന്നവർ, പെൺമക്കളെ ആദരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കുന്നതും നരകത്തിൽ നിന്ന് മോചനം നൽകുന്നതും നരകത്തിന്റെ മറയാണ് എന്നും പരിശുദ്ധമായ ഹദീസുകൾ ധാരാളമുണ്ട്. അതേപോലെ കുഞ്ഞുമക്കൾ മരണപ്പെട്ടു പോയാൽ അവർക്കും വേണ്ടി നബി തങ്ങൾ പറയുന്ന ഓരോ സന്തോഷ വർത്തമാനങ്ങൾ, ഇതുപോലെ ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ട്. വലാ തഖറബുൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വബതൻ. അവിടെയാണ് നമ്മുടെ യുവാക്കളെ കുറിച്ച്, യുവതികളെ കുറിച്ചുള്ള ഉപദേശം. 4ാമത്തെ ഉപദേശം അതാണ്. നേരത്തെ ഇവിടെ സോഷ്യൽ മീഡിയയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. 1-2 പേർക്ക് ചുമ്മാ വെറുതെ ചുമ്മാ മൊബൈലൊന്നും പറഞ്ഞിട്ടില്ല. മൊബൈൽ ഹൈറുണ്ട് ഷറുണ്ട്. നല്ലതും
ചീത്തയുണ്ട്, എല്ലാ കാര്യത്തിലും അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല വശങ്ങൾ ഏതൊക്കെയാണ്, മോശമായ വശങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യണം. അതന്നെ നമ്മൾ സോഷ്യൽ മീഡിയ, അതിനും ഹദീസിലുണ്ട്, ഖുർആന്റെ ആയത്തുകളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാമത്തെ വസിയത്തിൽ അതങ്ങനെയാണ് പറഞ്ഞത്. 5-ാമത്തെ വസിയത്ത് വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഒരു കാരണവശാലും ആരെയും കൊല്ലരുത്, വധിക്കരുത്. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ, ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചത്. 3 ആയത്തിലൂടെ 3 കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞത്. ഒന്നാമത്തെ വസിയത്ത് ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ, ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. 2 ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തദക്കറൂൻ, ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. ഇതും രണ്ടും മനസ്സിലാക്കിയവരോട് പറയാണ് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ യഥാർത്ഥ വഴി, ഫത്തബിഉ, അതിനെ നിങ്ങൾ പിൻപറ്റിക്കോ. അങ്ങനെ പിൻപറ്റിയാൽ ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളായി മാറി ഞാൻ നിങ്ങളെ വസിയത്ത് ചെയ്യുന്നു. ഇങ്ങനെ 3 ആയത്തിലൂടെ ഈ 10 വസിയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു അൽ അശ്റുൽ വസായ, അൽ വസായ അൽ അശ്ർ, ഈ 10 ഉപദേശങ്ങളാണ് അല്ലാഹു നൽകുന്നത്. അത് വിശാലമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഏകദേശം ഇത്രയൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അല്ലാഹു അത് എനിക്കും നിങ്ങൾക്കും അമലിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു ദുആ കൂടി ചെയ്തിട്ട് എഴുന്നേറ്റ് പോകാം. ദുആയുടെ ഇഷ്ടം ഒന്ന് വായിച്ചോ.